നമസ്കാരം. കേരള എക്കോണമി എന്നുള്ള വിഷയത്തിൽ നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം. യൂറോപ്പ് അടക്കമുള്ള പാശ്ചാത്യ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളുമായിട്ട് കേരളത്തിലുള്ള താരതമ്യം അവരുടേതുപോലെ സാമ്പത്തികമായ സ്വയം പര്യാപ്തി ഇല്ലെങ്കിൽ പോലും ആ ഒരു സാമ്പത്തിക സാമൂഹിക സുതാര്യതയ്ക്കും ഒക്കെ എല്ലാം കാരണമായിട്ട് നമ്മൾ പലവട്ടം പറഞ്ഞത് ഇത്തരം സൂക്ഷ്മ ഘടകങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നേരിട്ട് തന്നെ പ്രത്യേകിച്ചും സംസ്ഥാന ബജറ്റും കേന്ദ്ര ബജറ്റുമൊക്കെ കഴിഞ്ഞൊരു ഘട്ടത്തിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രാധാന്യം നൽകേണ്ടതിനെക്കുറിച്ച്. ആ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് വ്യക്തികളുടെ സുരക്ഷയും വ്യക്തികളുടെ മനസ്സിൻ്റെ സംതൃപ്തിയും അവർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ മറ്റ് പ്രകൃതിക്കോ ഇതര സഹജീവികൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ തന്നെ തനിക്ക് ആഗ്രഹിച്ച രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ വിഭവങ്ങളും സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സാമൂഹിക സാംസ്കാരിക പുരോഗതി എന്ന് പറയും. അത് നമ്മൾ പല തവണ ആവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു അത്തരമൊരു സാമ്പത്തിക സാംസ്കാരിക ശക്തിയുടെ അളവുപോലെ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു പൗരന് അനുഭവപ്പെടുന്ന സ്വാതന്ത്ര്യമാണ്, സംരക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പോലെയുള്ള ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില സങ്കേതങ്ങൾ വലിയ രീതിയിൽ പ്രാധാന്യം ലഭിച്ചു വരുന്നു. അതെത്രമാത്രം നിഷ്പക്ഷമാണ്, അതെത്രമാത്രം ഒരു ശാസ്ത്രീയമായ അളവുകോലാണ് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ തുടർന്നാൽ പോലും തീർച്ചയായും അതിൽ മുന്നിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഫിൻലാൻഡ് അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളാണ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളടക്കമുള്ളത്. അത് തെളിയിക്കുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ലഭിക്കുന്ന പ്രാധാന്യവും അതിലൂടെ സ്വാതന്ത്ര്യവും സംരക്ഷണവും ലഭിക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളിൽ കൈവരുന്ന ഉറപ്പും സർഗാത്മകതയും അതെങ്ങനെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് സാമൂഹികമായ കരുത്തിനെ വലിയൊരു സാമ്പത്തിക ശക്തിയെ മാറ്റുമെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് തെളിയിക്കും. നമ്മളിവിടെ പറയുന്ന കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക സാമ്പത്തിക അവസ്ഥയിൽ നിന്നുണ്ട്. നമുക്ക് പല പ്രാവശ്യം നമ്മളത് പറഞ്ഞത് തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ എല്ലാ കാലത്തും ഏകാധിപതികൾ ചെയ്യുന്നത് പോലെ തന്നെ BJPക്ക് ശക്തി തെളിയിക്കാൻ പറ്റാത്ത സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നുകിൽ അവരെ സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിക്കുക, അതുമല്ലെങ്കിൽ അവരുടെ വളർച്ചയിൽ അവർക്ക് വളർച്ചയില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളർച്ച വേണമെങ്കിൽ ഞങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് ആ സംസ്ഥാന ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക. ഇത്തരമൊരു ശൈലിയാണ് BJP തുടരുന്നത്. പക്ഷേ അത് പലപ്പോഴും ഒരു ന്യായമായിട്ട് എടുക്കാൻ പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളവിടെ രാഷ്ട്രീയത്തേക്ക് കടക്കുന്നത് നമ്മൾ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കും അപ്പുറത്തേക്ക് ഭാവിയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അവിടെയാണ് നമ്മൾ തീരുമാനം, അവിടെ എങ്ങനെയാണ് ഈ തീരുമാനം നടപ്പിലാവുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൻ്റേത് മനുഷ്യ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 2040 കഴിയുന്നതോടെ 60 വയസ്സ് കഴിഞ്ഞ പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നു. ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതാകുമ്പോൾ തന്നെ, ജീവിതദൈർഘ്യം കൂടുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കുന്ന മറ്റു ചില പ്രതിസന്ധികൾ, തൊഴിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം, അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇത്തരം ഘടകങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ട ചില നിലപാടുകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ നേരിടേണ്ടത്? ഇതൊരു പ്രതിസന്ധിയായിട്ട് നേരിടേണ്ടതാണോ അതൊരു അവസരമായിട്ട് ഉപയോഗിക്കേണ്ടതാണോ? നമ്മളെല്ലാ കാലത്തും സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനുള്ളത് പോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെയാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഭൗതികമായ ശാരീരികമായ ആരോഗ്യമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറെക്കുറെ
വലിയ അളവോളം ഏറെക്കുറെ പൂർണ്ണമായും വിജയിച്ചൊരു സംസ്ഥാനം തന്നെയാണ് കേരളം. അത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നാട് വിട്ട് ആളുകൾ പോകുന്നു. മുമ്പൊരു വീട് നമ്മൾ പലതവണ നമ്മളത് പറഞ്ഞിരുന്നു. കൂടുതൽ മികച്ച ജീവിതാവസരങ്ങൾ തേടിയാവാം, ഇവിടെ അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്നത് ഇതേ രീതിയിലുള്ള തൊഴിൽ അവസരം തന്നെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. പക്ഷേ വിദേശത്താണ് എന്നുള്ളൊരു ഒരു 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 അലങ്കാരത്തിന് വേണ്ടി മാത്രം പോകുന്നതായിരിക്കാം. ഇത്തരം ഘടകങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഒരു മികച്ച നേരത്തെ പറഞ്ഞു എങ്ങനെ നമുക്കൊരു ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെ കൂടുതൽ സുതാര്യമാക്കാം, ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. അവിടെ പൗരൻ്റെ ആരോഗ്യമുണ്ട്, പൗരൻ്റെ വിദ്യാഭ്യാസമുണ്ട്, തൻ്റെ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള പൗരൻ്റെ അവകാശങ്ങളുണ്ട്, ഭരണകൂടത്തിൻ്റെ അഴിമതിയും ഘടികാരസ്ഥയും അടക്കമുള്ള വിഷയങ്ങൾ എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നു, എങ്ങനെ അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ഇത്തരം തിരിച്ചറിവുകൾ പ്രവർത്തന മികവ് മെച്ചപ്പെടുത്താൻ നമ്മളെ സഹായിക്കും. മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്യുന്നു. യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പോകുന്ന മലയാളികൾ തീർച്ചയായും ഒരു വലിയ സാധ്യത തന്നെ. കാരണം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല അവിടുത്തെ കലാലയ രാഷ്ട്രീയമായാലും അവിടുത്തെ മറ്റ് രാഷ്ട്രീയമായാലും ഇങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ രീതിയിൽ നിന്ന് മാറണം, കുറേ കൂടി സ്വന്തമായി ചിന്തിക്കാൻ കഴിയണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നാട്ടിലേക്ക് തിരിച്ചെത്തും എന്ന് നമുക്ക് പ്രത്യാശയോടെ നോക്കിക്കാണാൻ കഴിയും. അത്തരമൊരു സാധ്യതകളെക്കുറിച്ചാണ് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത്. സാധ്യതകൾ നേരത്തെ പറഞ്ഞു, ഇതൊരു ആളുകളെ നമ്മുടെ നാട് വിട്ടു പോകുന്ന പലായനമല്ല, നാടിനെ നന്നാക്കാനുള്ള അവസരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ കാണേണ്ടിയിരിക്കും. അതുതന്നെയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ രാജ്യത്തിൻ്റെ മൊത്തം തുകയേക്കാൾ അതെങ്ങനെ ഓരോ വ്യക്തിയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് നമുക്കറിയാവുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും വലിയ സ്കൂളുകൾ, ഏറ്റവും വലിയ ആശുപത്രികളല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ സ്കൂളുകളിലേക്ക് പോകുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതും ഒക്കെയാണ് ഒരു രാജ്യത്തെ സാമൂഹിക പുരോഗതി എന്ന് നമുക്കറിയാവുന്നത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം, ഭ്രൂണഹത്യ, ശിശുഹത്യ തുടങ്ങിയ ഘടകങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു വികസന സൂചിക പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അത് തീർച്ചയായും കാണിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തിയുടെ തീരുമാനങ്ങളെക്കുറിച്ചുമാണ്. സ്വാതന്ത്ര്യവും ശക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സമൂഹം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മികച്ച സാമൂഹ്യ പരിരക്ഷയിലൂടെ തന്നെ. അവിടെയാണ് നമ്മൾ കേരള എക്കോണമി എന്തുകൊണ്ട് എങ്ങനെ ഗ്രോസ് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് എത്തണം എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ചർച്ചയാകുന്നു. ജാതി സെൻസസ് അല്ലാതെ തന്നെ 10 വർഷം കൂടുമ്പോൾ നടത്തേണ്ട സെൻസസ് ഇപ്പോൾ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ കഴിഞ്ഞ് കൊറോണയുടെ ഒരു തിരിച്ചറിയുന്ന രോഗമുക്തമായിട്ട് തന്നെ ഏകദേശം 1.5-2 വർഷത്തോളമാകുന്നു. പൂർണ്ണമായും മുക്തമായിട്ട് എന്തായാലും 1 വർഷം കഴിഞ്ഞിട്ടു. എന്നിട്ട് കൂടി ഒരു പുതിയൊരു സെൻസസ് നടത്തുന്നതിനെക്കുറിച്ച് രാജ്യം ഭരിക്കുന്നൊരു പ്രസ്ഥാനം ചിന്തിക്കാത്ത സ്ഥിതിക്ക് ഓരോ സംസ്ഥാനങ്ങൾക്കും തങ്ങളുടേതായ രീതിയിൽ അത് നടത്തിക്കൂടെ എന്നുള്ളൊരു ആശയം നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഉപയോഗിക്കാത്തോ ഇതുവരെ ചെയ്യാത്തതുമായിട്ട്. പക്ഷേ തീർച്ചയായും അത്തരം സാധ്യതകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കും. എങ്ങനെ എത്രമാത്രം അതിന് പണച്ചെലവ് വരും, എത്രമാത്രം നമുക്കത് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടി വരും, ഏത് രീതിയിലുള്ള മനുഷ്യ വിഭവശേഷിയാണ് ഉപയോഗിക്കേണ്ടത്. സാങ്കേതികവിദ്യ വളരെയധികം വളർന്ന കാലത്ത് ആളുകൾ വീടുകളിലേക്ക് ചെല്ലാതെ തന്നെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നൊരു കാലത്ത് സാങ്കേതികവിദ്യ നമുക്ക് പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുന്നു. പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഉള്ള ഘട്ടത്തിൽ സാങ്കേതികവിദ്യ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആളുകളുടെ അഭിപ്രായങ്ങൾ തേടാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തിക്കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിന് വലിയ പ്രാധാന്യം. ഓരോ 5 വർഷവും അല്ലെങ്കിൽ ഓരോ 4 വർഷവും തിരഞ്ഞെടുപ്പ് നടക്കുന്ന പോലെ ഓരോ 2 വർഷം കൂടുമ്പോഴും ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് തയ്യാറാക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു വ്യത്യാസം അത് സൃഷ്ടിക്കും.
നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞ പോലെ വൺ എന്നുള്ള സിനിമയിൽ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയെ തിരിച്ചു വിളിക്കണം എന്ന അവകാശം, തിരിച്ചു വിളിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം മമ്മൂട്ടി അഭിനയിച്ച സിനിമയായിട്ട് കൂടി, സാമ്പത്തിക വിജയം നേടിയ സിനിമയായിട്ട് കൂടി, ശ്രീ മമ്മൂട്ടി അഭിനയിച്ച സിനിമയായിട്ടും സാമ്പത്തിക വിജയം നേടിയ സിനിമയായിട്ട് കൂടി അത് ചർച്ച ചെയ്യാത്തൊരു മാനസികാവസ്ഥയുള്ള നാട്ടുകാരാണ് കേരളത്തിൽ. അപ്പോൾ ഇത്തരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റെടുക്കാൻ. അതുപോലെ തന്നെയാണ് ഈ വിഷയങ്ങൾ. ഇന്ന് വരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്ന് വരെ ഇല്ലാത്ത ഒന്നും ഇത് നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? ആ രീതിയിൽ തന്നെ നമ്മൾ ഇതിന് ചിന്തിക്കേണ്ടത്. ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയും ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്ലോബൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹാപ്പിനെസ് ഇൻഡെക്സ് പോലെയുള്ളൊരു സാങ്കേതിക വിദഗ്ധന്മാരെയും സ്റ്റാറ്റിസ്റ്റീഷ്യൻസിനും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരമൊരു ചർച്ചയിലേക്കും ഇത്തരമൊരു സെൻസസിലേക്കും നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ വലിയൊരു മാറ്റം അത് സൃഷ്ടിക്കും. വലിയ ചിലവല്ലെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ ജനപ്രതിനിധികളെ തീറ്റിപ്പോത്തിനേക്കാൾ വലിയ ചിലവൊന്നും ഇന്ന് ഈ നാട്ടിലില്ല എന്നുള്ളത് സത്യം. അപ്പോൾ പ്രവർത്തന മികവ് കൃത്യമായി വിലയിരുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് നമുക്കത് മാറ്റാൻ കഴിയും. പ്രത്യേകിച്ചും ഒരു ഗ്ലോബലൈസേഷന്, ആഗോളവൽക്കരണത്തിന് ശേഷമുള്ള ഒരു ലോകം, സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷമുള്ള ലോകം, അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നപ്പുറത്തേക്ക് ഒരു പല ധ്രുവങ്ങളായിട്ട് ലോകം വികസിക്കുന്ന, കൂടുതൽ സഖ്യങ്ങൾ, സാമ്പത്തിക സാംസ്കാരിക കൊടുക്കൽ വാങ്ങൽ കൂടുതൽ ശക്തമാകുന്നൊരു കാലഘട്ടത്തിൽ രാജ്യം വിട്ടു പോകാൻ, സംസ്ഥാനം വിട്ടു പോകാൻ, മെച്ചപ്പെട്ട ജീവനിലവാരം തേടി സ്വന്തം നാട് വിട്ടു പോകാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് വിലയിരുത്താൻ കഴിഞ്ഞാൽ കേവലം മികച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കും മികച്ച അടിസ്ഥാന വിദ്യാഭ്യാസത്തിനും എല്ലാം അപ്പുറത്തേക്ക് ആളുകൾ കടന്നു ചിന്തിക്കുന്ന ഒരു കാലത്ത് പലപ്പോഴും ഇതിന് പലതരം മാനങ്ങളുണ്ട്. സ്പിൽ ഓവർ എഫക്റ്റ് എന്നൊക്കെ എക്കണോമിക്സിൽ പറയുന്ന പോലെ ഒരുപക്ഷെ കൂടുതൽ മികച്ച കൂടുതൽ മികച്ച തൊഴിൽ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കാൻ അത് സഹായിച്ചേക്കാം. മറ്റ് കൂടുതൽ മികച്ചൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പോലെയുള്ളൊരു തിരഞ്ഞെടുപ്പുകളിലേക്ക് അത് വഴിവെച്ചേക്കാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ പറയുന്ന അഭിപ്രായങ്ങൾ പലതും അതിൽ ചെറിയൊരു ശതമാനമെങ്കിൽ പോലും അടക്കിപ്പിടിച്ചൊരു വിതുമ്പലുകളായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. അത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം ചിന്തകളെയും ഇത്തരം ആശയങ്ങളെയും നമുക്ക് ശാസ്ത്രീയമായി, ഔദ്യോഗികമായി, സാങ്കേതിക വിദ്യയും ഗണിതശാസ്ത്രവും മറ്റെല്ലാ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞാൽ കൂടുതൽ മികച്ച തീരുമാനങ്ങൾക്ക് നമുക്ക് എത്താൻ കഴിയും. എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 20 കൊല്ലം മുമ്പത്തെയോ അല്ലെങ്കിൽ 10 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം മുമ്പോ ഉള്ള ആവശ്യങ്ങളായിരിക്കില്ല ഇന്നുണ്ടാവുക. നമ്മൾ മുമ്പ് പല വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു. ഒരു പതിറ്റാണ്ട് അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് വരെ NS കോച്ചിങ് സെൻ്ററുകൾക്ക് ഉണ്ടായിരുന്ന ആകർഷണീയത നമുക്കറിയാം. ഇന്ന് അതല്ല സ്ഥിതി. അപ്പോൾ ആളുകളുടെ അഭിരുചികൾ മാറുന്നു, രീതികൾ മാറുന്നു. ഇത് എല്ലാ കാലത്തും നമുക്ക് സംഭവിക്കുന്നു. ഇപ്പോൾ ശ്രീ ഗണേഷ് കുമാർ ലോകത്തെമ്പാടും ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഇതിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് കേരളത്തിൽ കൊണ്ടുവരേണ്ടതിനെ കുറിച്ച് പറയും. അത് പല കാരണങ്ങളും അത് തെറ്റായ ഒരു തലത്തിലാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും അത് തീർച്ചയായും വളരെ ഉദാത്തമായൊരു ആശയമാണ്. കാരണം ഇവിടെ പഠിച്ചെടുക്കുന്നത് എല്ലാവരെയും ഉപയോഗിക്കാം എന്നുള്ളൊരു രീതി വന്നു കഴിഞ്ഞാൽ, ഇവിടെ പയറ്റിത്തെളിഞ്ഞവൻ എല്ലാവരെയും കയറി കളിക്കാം എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ മത്സരക്ഷമതയും പ്രവർത്തനക്ഷമതയും ഉയർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കി കഴിഞ്ഞാൽ ലോകത്ത് എവിടെയും പോയി ഡ്രൈവിംഗ് ചെയ്യാം എന്നുള്ളൊരു മാനസികാവസ്ഥ വരുമ്പോൾ അത് നമുക്ക് നൽകുന്നൊരു സുതാര്യതയുണ്ട്, അത് നൽകുന്നൊരു ആത്മവിശ്വാസമുണ്ട്, അത് നൽകുന്നൊരു സംരക്ഷണമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന സംവിധാനങ്ങൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ ആഗോളതലത്തിൽ നമ്മളൊരു BIS ഹോൾമാർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തീർച്ചയായും അത് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അർത്ഥങ്ങളുണ്ട്, തലങ്ങളുണ്ട്. ഇത് എല്ലാ കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വലിയ മാറ്റം അത് വരുത്താൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുതാര്യമായ, ഏറ്റവും മികച്ച സംവിധാനങ്ങൾ, ഏറ്റവും സ്വതന്ത്രമായ, ഏറ്റവും ജനാധിപത്യ പൂർണ്ണമായ സംവിധാനങ്ങൾ, അവിടെയാണ് ഏറ്റവും മികച്ച ആശയങ്ങൾ ഉണ്ടാകുന്നത്, അവിടെയാണ് ഏറ്റവും പ്രവർത്തനക്ഷമത ഉണ്ടാകുന്നത്, അവിടെയാണ് ഏറ്റവും മത്സരക്ഷമത ഉണ്ടാകുന്നത്. അടുത്ത നിമിഷം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മെച്ചപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം, ഒരു പൗര സമൂഹം
ശാസ്ത്രത്തിൻ്റെയും പുരോഗമന ചിന്താഗതികളുടെയും വിശാലമായ ഉൾക്കാഴ്ചയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് കൂടുതൽ വിശാലമായി ലോകത്ത് നോക്കിക്കാണാൻ കഴിയുന്ന സംവിധാനം ഉയർന്നു വരട്ടെ. അതിനുള്ള ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഈ സാമ്പത്തിക സങ്കേതത്തെ കാണാം, ഉപയോഗിക്കാം.